പുതിയ ഈ ബസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനറി ബസ്സുകളെ മാറ്റുന്നതിന് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രദേശങ്ങളിലും ചെറിയ നഗരങ്ങളൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ഉൾപ്രദേശങ്ങളിലും മലയോര മേഖലയിലും പഴയ വണ്ടി മാറ്റിക്കൊണ്ട് പുതിയ ഓർഡിനറി ബസ്സുകൾ 30 സീറ്റാണ് ഈ വണ്ടിയുടെ കപ്പാസിറ്റി. നിന്ന് പോകാനും കഴിയും. എല്ലാ ഗ്രാമീണ മേഖലയിലെ ഒരു ഗവൺമെൻറ് ഒരു പോളിസി തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ധാരാളം പുതിയ റോഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പൊതുഗതാഗതം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഗ്രാമീണ മേഖലയിൽ പോകുമ്പോൾ വണ്ടികൾ ആളില്ലാതെ പോവുകയാണ്, ഡീസൽ വെറുതെ പോവുകയാണ്. അപ്പോൾ ഡീസൽ ലാഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പുതിയ വണ്ടിയിലേക്ക് മാറുന്നത്. അതിൻ്റെ ഭാഗമായിട്ടത് ട്രയലാണ് ഈ വണ്ടി. നാളെ മുതൽ കൊല്ലം ജില്ലയിലും 10 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലും മലയോര മേഖലകൾ നമ്മൾ ട്രയൽ നടത്തും. വണ്ടി മലയോര മേഖലയിൽ കയറി പോകുന്നുണ്ടോ, ഇടവഴിയുള്ള ചെറിയ ചെറിയ വഴികളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രയൽ വെച്ചിരിക്കുന്നു. മറ്റ് പല കമ്പനികളും ട്രയലിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റയാണ് ആദ്യം വന്നത്. മറ്റ് കമ്പനികൾ അവരുടെ വണ്ടികളുമായി വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങും. കാരണം ഈ ബഡ്ജറ്റിൽ തന്നെ ഒരു പ്രൊവിഷനുണ്ട് വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട്.